ഹലോ, ഗുഡ് മോർണിംഗ്. ചായ കുടിച്ചോ എല്ലാവരും? ഞാനേ ഭയങ്കര എനർജി, കാലത്ത് തന്നെ തീരെ എനർജി ഇല്ല കേട്ടോ. ഞാനൊരു ബുക്കും കുത്തി പിടിച്ച് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ചായ കുടിച്ചു, ഗണേഷ് പോയി. കൊച്ചിന് പിന്നെ വെക്കേഷനാണല്ലോ, വെളിയിൽ കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ മൊത്തം പ്രാക്ടീസായിരുന്നു. നമ്മൾ ജനുവരി 2 പ്രോഗ്രാം അല്ലേ. ഏറ്റവും വലിയ പ്രശ്നം ഞാൻ ആകെ പോയിട്ടുള്ള ഒരു റിഹേഴ്സലിനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ടെൻഷനുള്ളതുകൊണ്ട് ഞാൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. പിന്നെ നാട്ടിൽ പോയപ്പോൾ മാഷേട്ടൻ ഒന്ന് കറക്റ്റ് ചെയ്ത് തന്നു കേട്ടോ കുറേ കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ അതിൻ്റെ ഇതായതുകൊണ്ട് ഇന്നലെ മൊത്തം നമ്മളിങ്ങനെ റെഗുലർ പ്രാക്ടീസ് ഇല്ലല്ലോ, അപ്പം അതിൻ്റെ പേരിൽ നല്ല ടയർഡായിരുന്നു കേട്ടോ. ഇതെനിക്ക് ന്യൂ ഇയർ ആയിട്ട് ഗണേഷ് തന്ന ബുക്കാട്ടോ. അപ്പം ഗണേഷ് ഭയങ്കര ഓർഗനൈസ്ഡായിട്ട് എല്ലാം പ്ലാൻ പടി മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളാണ്. ഇറ്റ്സ് റൈറ്റ്, അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഞാൻ പ്ലാനൊക്കെ സ്റ്റാർട്ട് ചെയ്യും, പക്ഷെ കംപ്ലീറ്റ് ചെയ്യില്ല. എല്ലാ കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ എനിക്ക്, പക്ഷെ ഞാൻ കംപ്ലീറ്റ് ചെയ്യില്ല. അതാണ് എൻ്റെ ഒരു കുഴപ്പം. പക്ഷെ ഗണേഷ് അങ്ങനെയല്ല കേട്ടോ, ഗോൾ സെറ്റ് ചെയ്ത് അത് അച്ചീവ് ചെയ്യുന്ന ആളാണ് കേട്ടോ. അത്രയും ഓർഗനൈസ്ഡ് ഫോക്കസ്ഡും ആയിട്ടുള്ള ആളാണ്. അപ്പം ഞാനത്ര നീറ്റും ഫോക്കസ്ഡ് ഒന്നുമല്ല. ഇത് വന്നിട്ട് ഇറ്റ്സ് നോട്ട് എ ഡയറി. ഇത് വന്നിട്ട് നമുക്കൊരു പ്ലാനറോ ജേണലോ ഒക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബുക്കാണ് കേട്ടോ. അപ്പം ഇതിൽ ഞാൻ പൊതുവേ എഴുതിയിട്ട് എൻ്റെ ഗോൾസും ഇല്ലെങ്കിൽ എൻ്റെ പ്ലാനിങ്ങും ഒക്കെ എഴുതിയിട്ട് അതിനനുസരിച്ചുള്ള പിക്ചേഴ്സൊക്കെ കട്ട് ചെയ്ത് ഒട്ടിക്കുന്ന ഒരു ജേണലും അതിൽ കീപ്പ് ചെയ്യുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. അപ്പം അതിനു വേണ്ടി ആയിരിക്കണം അവൻ തന്നത്. അപ്പം ഡയറി വേറെ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് നല്ല ഭംഗിയുണ്ട്. ഇങ്ങനത്തെ ഒരു വിഷൻ ബുക്കോ ഇല്ലെങ്കിൽ വിഷൻ ബോർഡോ ഇല്ലെങ്കിൽ വന്നിട്ട് ഒരു ജേണലോ ഇതൊക്കെ നമുക്ക് വേണം കേട്ടോ. എന്നാലാണ് നമുക്കൊരു ഇയർ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്തിട്ട് ഓർഗനൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കാം.